ഗായ്സ്, ഇന്നൊരു എൻഗേജ്മെന്റ് വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഉമ്മാന്റെ അനിയത്തിന്റെ എൻഗേജ്മെന്റ് ആണ്, അതായത് എൻ്റെ കുഞ്ഞാമാന്റെ. അപ്പോൾ തലേ ദിവസം നമ്മൾ ഓരോ വീട്ടിൽ പോയിട്ട് ചെറിയ വിശേഷങ്ങളൊക്കെ ആദ്യം കാണിക്കാം. തലേ ദിവസം ഒരു 6 മണിക്ക് ശേഷം കേട്ടോ ഞാനും ഉമ്മയും പോയിട്ടുണ്ടായിരുന്നു. പോയ ഉടനെ തന്നെ അവൾക്ക് പിറ്റേ ദിവസം ഇടാനുള്ള ഡ്രസ്സ് എന്തൊക്കെയാന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട് ക്ലീൻ ചെയ്യാണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വീടൊക്കെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിച്ചു വാരി ഇട്ട ഉടനെ തന്നെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തി തുടക്കാന്ന് പറഞ്ഞു. ആ സമയത്ത് നമുക്ക് വേറെ പണി. ഏകദേശം രാത്രി 8 മണി 8:30 ഒക്കെ ആയപ്പോഴാണ് പെണ്ണിനെ മൈലാഞ്ചി ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ നമ്മൾ ബിഗ് ബി മൈലാഞ്ചി വെച്ചിട്ട് ഒരു സിമ്പിൾ പാർട്ടി ഹെന്നയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ബിഗ് ബിയോണ്ട് ഇടാനുള്ള കാരണം പെട്ടെന്ന് തന്നെ സ്റ്റെയിൻ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ 2 കൈയിലും സിമ്പിൾ ആയിട്ടുള്ള മെഹന്തി ഇട്ടതിന് ശേഷം നമ്മൾ ഡിന്നറായിട്ട് ചപ്പാത്തിയും മീൻകറിയും കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോയിട്ടോ. ഉമ്മ അന്ന് അവിടെ സ്റ്റേ ചെയ്യാണ്ട് ചെയ്തത്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലും അനിയത്തിന്റെ ഹസ്ബൻഡ് വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ പെട്ടെന്ന് തന്നെ റെഡി ആയി. ഒരു 10:30 ആയപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ ഒരു എൻഗേജ്മെന്റ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തി ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോണ വഴിയിൽ നമുക്കൊരു കൊറിയറും പിക്ക് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കോട്ട് നിൽക്കാട്ടോ. ഈ സിമ്പിൾ കുർത്തി ഇട്ടിന്റെ റിഗ്രറ്റ് തോന്നിയത് അവിടെ വന്നവരെല്ലാവരും അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ഇട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയ ഫംഗ്ഷൻ അല്ലേ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പോയത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. നമ്മളവിടെ എത്തിയ ഉടനെ തന്നെ മൈലാഞ്ചിന്റെ സ്റ്റെയിൻ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വലിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പെണ്ണിന്റെ ഡ്രസ്സും പെണ്ണിന്റെ ആങ്ങളമാരുടെ ഡ്രസ്സും, അതായത് ഇതിന്റെ കുഞ്ഞാമാന്റെ അമ്മമാരുടെ ഡ്രസ്സ് അയൺ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പെണ്ണ് ഒരു ഉച്ച ആയപ്പോഴാട്ടോ മാറ്റാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 12:30 കഴിഞ്ഞിട്ടാട്ടോ പെണ്ണ് റെഡി ആവാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി പെണ്ണ് പറയില്ല, കുഞ്ഞോള് നാട്ടിൽ വിളിക്കില്ല. അപ്പൊ കുഞ്ഞോള് എന്ന് പറയാം. ഇതൊക്കെ കുഞ്ഞോളെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. കുഞ്ഞോള് ഇവിടെ റെഡി ആവുന്നതിന്റെ ഇടയിൽ ഞാനും സേനും പോയിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ചൂടത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം തിരിച്ച് റൂമിൽ തന്നെ എത്തിയപ്പോൾ ഏകദേശം കുഞ്ഞോളെ മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തട്ടം ചുറ്റിയിടാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിജാബ് ചെയ്യലാണ് അവൾക്ക് കംഫർട്ടബിൾ എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ നമ്മൾ ഹെയർ സ്റ്റൈലിക്കൊന്നും പോവാതിരുന്നത്. പിന്നെ ചെറിയൊരു മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാത്ത ഒരു മേക്കപ്പ് ആട്ടോ. അവസാനം മോള് ഷോളും റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഓളെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. സ്ലീവ്സ് ഇത്തിരി ലൂസ് ആണെങ്കിലും ഓവറോൾ ലുക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ റെഡി ആവില്ല കഴിഞ്ഞ ശേഷം പിന്നെ മിററിന്റെ അവിടെ പോയി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാത്തിന്റെ കാരണം ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും എന്ന് അറിയണോണ്ടാട്ടോ ഞാൻ ലോങ് ഫോർമാറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അനിയത്തിന്റെ ഹസ്ബൻഡും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഓൾക്കൊരു വേറെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ആ ഫംഗ്ഷന് പോയിട്ടാട്ടോ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബൈ ഈ ഒരു എൻഗേജ്മെന്റ് എല്ലാം സെറ്റപ്പ് ആക്കിയത് അനിയത്തിന്റെ ഹസ്ബൻഡ് ഷർഫു ആണ് കേട്ടോ. കുഞ്ഞോളെ ചെക്കൻ വന്നിട്ട് ഷർഫുവിന്റെ ഏട്ടന്റെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. ഓര് വന്ന ഉടനെ ഓർക്കുള്ള വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ റൂമത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നറിയാം. എനിക്കിപ്പോൾ അതെന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. മൂത്തമ്മാന്റെ ഫാമിലിത്തെ കുറച്ച് ആൾക്കാരും കുഞ്ഞോളെ ഫ്രണ്ട്സ് ആയിട്ടും കുറെ ആൾക്കാർ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലാക്ക് ഷർട്ടും ആ ബ്ലൂ ടീഷർട്ടും കുഞ്ഞോളെ ആങ്ങളമാരാട്ടോ. ആ പച്ച മാക്സ് ഇട്ടത് കുഞ്ഞോളെ അമ്മയാണ്. പിന്നെ നമ്മൾ കുഞ്ഞോളെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞോളെ എനിക്ക് എന്റെ എൻഗേജ്മെന്റ് ആയിട്ട് എന്താ പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്റേതാണേ, എനിക്ക് തോന്നില്ല. ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവൻ തീരെ വീഡിയോക്ക് വേണ്ടി കോപ്പറേറ്റ് ചെയ്യണില്ല. ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ട് അഭിനയിക്കുന്നു. കുട്ടീനെ നോക്കണത് അതെ അങ്ങനെ അവിടെ കുറച്ചേരം സംസാരിച്ചിരുന്നപ്പോ ചെക്കന്റെ ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ വെൽക്കം ചെയ്തിട്ട് റൂമിൽ എത്തിയപ്പോൾ ഒരു കൊടുത്ത ഹാമ്പേഴ്സ് എല്ലാം ബെഡിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെക്കൻ്റെ ഒരു പെങ്ങൾ വന്നിട്ട് എൻ്റെ അനിയത്തിന്റെ കൂടെ പഠിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ കാര്യമായിട്ട് ഓരെന്തോ സംസാരത്തിലാണ്. അങ്ങനെ ഓർക്കുള്ള വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇനി പെണ്ണിന്റെ എൻട്രിയാണ് ചെക്കൻ്റെ അടുത്തേക്കുള്ള. ഇനി നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് കാണാം കേട്ടോ. ഹാമ്പർ കൊടുക്കലും സംഭവങ്ങളൊക്കെ.
ഫ്രെയിമിലുള്ളത് ചെക്കന്റെ ഉപ്പിമ്മ കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞോളെ ഉമ്മയും 2 ആങ്ങളമാരുമാണ് കേട്ടോ. ഇനി ഫോട്ടോ എടുക്കൽ കഴിഞ്ഞതിന് ശേഷം ചെക്കന്റെ വീട്ടുകാർ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. ആ ടൈം നോക്കി നമ്മൾ മിഠായികളൊക്കെ ഒരു ട്രെയിൽ അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി റെഡി ആക്കി കൊണ്ടിരിക്കാട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് ഒരു വന്ന ഉടനെ തന്നെ നമ്മൾ ഈ മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളല്ല, കുഞ്ഞോളാണ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രോഗ്രാമിന് വന്നവരെല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതും മഴ വരുന്ന കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് എണീക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ചിക്കൻ മന്തിയും ബീഫ് ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം വന്നവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കൊണ്ടുവന്ന ഹാമറൊക്കെ മര്യാദയ്ക്ക് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. കാണൽ മാത്രമല്ല, കൊണ്ടുവന്ന ചോക്ലേറ്റ് എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ട് ഇരിക്കാം കേട്ടോ. അങ്ങനെ കൂട്ടത്തിൽ നമുക്കും കിട്ടി ഒരു ഫെറാറോ റോഷർ. പിന്നെ നമ്മൾ കുറച്ച് നേരം റൂമിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞോളെ റൂം ഒരു വേറെ തന്നെ വൈബാട്ടോൾ ആൾക്ക് സെറ്റ് ചെയ്ത് നല്ല സംഭവമാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു മഴക്കാർ മൂടിയതും ഈ ഒരു ആംബിയൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ആയപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 8 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.